നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. കൊടും ചൂടിൽ ജനം വിയർത്തൊലിക്കുന്നതിനിടെ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് അറിയിപ്പ്. വൈദ്യുതി ബിൽ കൂടുമോ എന്നിപ്പോൾ പറയാനാകില്ലെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. എക്സസ് വരുമ്പോൾ ലോഡ് ഷെഡിങ് അല്ല, ട്രിപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോറിന്റെ കീഴിൽ ആ കപ്പാസിറ്റിയിൽ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിങ് അല്ല. ഇന്നലെ 250 മെഗാവാട്ട് കിട്ടിയതോടുകൂടി നമുക്ക് ലോഡ് ഷെഡിങ്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ ആളുകൾക്ക് സൂര്യാതപമേറ്റു. ചൂടിനാശ്വാസമായി മറ്റന്നാൾ മുതൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പാലക്കാട് വീണ്ടും ചൂട് കൂടി 40.1 ഡിഗ്രി സെൽഷ്യസിലെത്തി. കൊല്ലത്ത് 39.5 ഡിഗ്രി സെൽഷ്യസാണ് ഇന്നത്തെ താപനില. 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് എല്ലാ ജില്ലകളിലും കൂടാനും സാധ്യതയുണ്ട്. താപനില ഉയരുന്നതും അന്തരീക്ഷ ഈർപ്പവും മൂലം അത്യുഷ്ണം അനുഭവപ്പെടുകയും ഉഷ്ണതരംഗ സമാന സാഹചര്യമുണ്ടാവുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. തുടർച്ചയായി കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമായേക്കും. സംസ്ഥാനത്ത് 29 മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 30-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 1-ന് പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അതിനിടെ സംസ്ഥാനത്ത് ഇന്ന് 4 പേർക്ക് കൂടി സൂര്യാതപമേറ്റു. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിക്കും പത്തനംതിട്ടയിൽ 29-കാരിക്കും പൊള്ളലേറ്റു. കണ്ണൂരിൽ ഓവർസിയർക്കും തൃശൂരിൽ കോർപ്പറേഷൻ കൗൺസിലർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാമ്പ് ഭീതി അകലുന്നില്ല. ഇന്ന് 8 പേർക്ക് പാമ്പ് കടിയേറ്റു. ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. വീടുകൾ ഉൾപ്പെടെ ജനവാസ മേഖലകളിൽ നിന്ന് ഇന്നും പാമ്പുകളെ കണ്ടെത്തി. ഇന്നലെ പാമ്പുകടിയേറ്റ കണ്ണൂർ പട്ടുവം സ്വദേശി നമ്രോൺ നാരായണി ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം എടപ്പാളിൽ പാമ്പുകടിയേറ്റ് 21-കാരി ഷഹല കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ 64-കാരൻ ഭുവനേന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ പാമ്പുകടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് എലേരിത്തട്ടിൽ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ 4.5 വയസ്സുകാരി പരിയാരം മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. കോട്ടയം പാലായിൽ വീട്ടമ്മയ്ക്ക് പുല്ലുവെട്ടുന്നതിനിടെ പാമ്പ് കടിയേറ്റു. തോട്ടിൽ വീണ് പന്തെടുക്കാനിറങ്ങിയപ്പോൾ നെടുമങ്ങാട് വട്ടപ്പാറയിൽ 15 വയസ്സുകാരനും പാമ്പ് കടിയേറ്റു. നിലമ്പൂർ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പാമ്പ് കടിയേറ്റ് 13-കാരൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്ന് വെള്ളിക്കെട്ടിനത്തിലുള്ള 5 പാമ്പുകളെ പിടികൂടി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പ് അങ്കണവാടിക്ക് സമീപത്തു നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. കോന്നി ഇളകളൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വീണ്ടും പെരുമ്പാമ്പിനെ കണ്ടെത്തി. കണ്ണൂർ തളാപ്പിൽ വീടിനകത്ത് മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. നടനും റിയാലിറ്റി ഷോ താരവുമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. കേസ് കോഴിക്കോട് പോലീസിന് കൈമാറും. പ്രവാസി വ്യവസായിയായ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നാളെ. 52 ദളിത് സംഘടനകൾ ചേർന്നാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് നിതിൻ രാജിന്റെ മരണത്തിൽ സംസ്ഥാന തലത്തിൽ പ്രക്ഷോഭം വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഹർത്താൽ പ്രഖ്യാപനം. ഹർത്താലിന് മുന്നോടിയായി ആക്ഷൻ കൗൺസിൽ ഇന്ന് വൈകുന്നേരം രക്തസാക്ഷി മണ്ഡപം മുതൽ ഗാന്ധി പാർക്ക് വരെ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. ഇന്നലെ മരിച്ച എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം പൊന്നാനി ശ്മശാനത്തിൽ സംസ്കരിച്ചു. സ്ഫോടനത്തിൽ മരിച്ച 4 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെ 4 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. അഭിജിത്ത്, വിഷ്ണു വിനോദ്, ഗിരീഷ്, സുരേഷ് എന്നിവരുടെ മൃതദേഹ ഭാഗങ്ങളാണ് തിരിച്ചറിഞ്ഞത്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് ഇന്ന് മരിച്ചത്. പുലികളിക്ക് പുലിയായും പൂരക്കാലത്ത് തിരുവമ്പാടിക്കാരുടെ പടക്കപ്പുരയിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു 23-കാരൻ. സ്ഫോടനത്തിൽ രാകേഷിന്
40% പൊള്ളലേറ്റിരുന്നു. ഇന്നലെ മരിച്ച ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം വട്ടംകുളത്തെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പൊന്നാനിയിലെ ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. 80% പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണൻ തൃശൂർ മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്നു. പരിക്കേറ്റ 2 പേർ നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. 24 തൃശൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 2ാം പ്രതിയായ അധ്യാപിക ഡോക്ടർ സംഗീത നമ്പ്യാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഹാജരായത്. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നാളെയാണ്. 50,000 രൂപയുടെ ബോണ്ട്, തത്തുല്യമായ 2 ആൾജാമ്യം, 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചത്. ഇന്നു രാവിലെ സംഗീത പ്രത്യേക അന്വേഷണ സംഘത്തലവനായ കണ്ണൂർ SCP R ഹരിപ്രസാദിന് മുൻപാകെ ഹാജരായി. അന്വേഷണ സംഘം സംഗീതയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ രംഗത്ത് വന്ന കൊടിക്കുന്നിൽ സുരേഷ് MP രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിനെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാ പാർട്ടികളും നാളത്തെ സമരപരിപാടിയിൽ പിന്തുണ കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നടപടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികൾക്കും ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1ാം പ്രതി ഡോക്ടർ MK റാം ഒളിവിൽ തുടരുകയാണ്. റാമിനായി ആന്ധ്രയിൽ ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തി. മുൻകൂർ ജാമ്യത്തിനായി റാം ഹൈക്കോടതിയെ സമീപിക്കും. 24 കണ്ണൂർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുസ്ലിം ലീഗ്. ആദ്യഘട്ടം പൂർത്തീകരിച്ച 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. ഇനി 54 വീടുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗ് ദുരന്തബാധിതർക്കുള്ള വീടുകൾ കൈമാറിയത് ഫെബ്രുവരി 28-ന്. 1.5 മാസത്തിന് ശേഷം ഗൃഹപ്രവേശന ചടങ്ങ്. വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവർ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തി വീടുകളിലേക്ക്. അയ്യോ, വളരെ സന്തോഷം. നമ്മൾ എല്ലാ അതിഥികളാണല്ലോ എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വന്നതിന് വളരെ സന്തോഷം. അയ്യോ, നമുക്ക് നമ്മൾ പഴയ ആൾക്കാർ, ഞങ്ങൾ അയൽവാസിക്കാർ കുറേ ആൾ നഷ്ടപ്പെട്ടു. നമുക്ക് അവരൊക്കെ ഈ സന്ദർഭത്തിൽ എന്തായാലും ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അഭിമാന നിമിഷമെന്ന യൂത്ത് ലീഗ്. ഇത്രയധികം സന്തോഷം, അഭിമാനവും തോന്നിയ ഒരു നിമിഷം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർ ആ സന്തോഷത്തിൽ അവർ ആ വീടുകളിൽ താമസമാക്കുന്നത് നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ലീഗ് നേതാക്കളായ ജയന്തി രാജനും അടുത്തിടെ ലീഗിൽ ചേർന്ന സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദനും വീടുകൾ സന്ദർശിച്ചു. മനുജ സാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. മനുജ സാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. 2ാം ഘട്ടത്തിലെ വീടുകൾ ഉടൻ പൂർത്തിയാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 54 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തോടു കൂടി ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവരുടെ ഗൃഹപ്രവേശമാണ് ഇന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 24 വയനാട്. പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. മറ്റന്നാളാണ് 142 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ആരാംബാഗിൽ തൃണമൂൽ കോൺഗ്രസ് MPയുടെ വാഹനം ആക്രമിച്ചു. BJP ഗുണ്ടാരാജിനുള്ള ശ്രമത്തിലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ആരാംബാഗിൽ വെച്ചാണ് MP മിതാലി ബാഗിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടത്. വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തു. പരിക്കേറ്റ മിതാലിയെ സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് മാറ്റി. തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. BJP സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുകയാണെന്ന് അഭിഷേക് ബാനർജി ആരോപിച്ചു. ഇന്നലെ രാത്രി നോർത്ത് 24 പർഗാനസിലെ ജഗദ്ദാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷത്തിൽ CASF ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. രാത്രി പുലരും വരെ പോലീസ് വ്യാപക റെയ്ഡ് നടത്തി. 4 പേരെ അറസ്റ്റ് ചെയ്തു. 142 മണ്ഡലങ്ങളിലേക്കാണ് 2ാം ഘട്ടം വോട്ടെടുപ്പ്. തൃണമൂലിന് ഈ മേഖലകളിൽ വലിയ മേധാവിത്വമുണ്ട്. 1ാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് നടന്നിട്ടും ഒരിടത്ത് പോലും റീപോളിംഗ് വേണ്ടി വന്നില്ല എന്നത് വലിയ നേട്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ 2ാം ഘട്ട പ്രചാരണ സമയത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.
പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്നും റഷ്യൻ പ്രസിഡന്റ്. മോസ്കോയുടെ പിന്തുണയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി നന്ദി പറഞ്ഞു. സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചു. പാകിസ്ഥാൻ ഒമാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യയിലെത്തിയത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ അരാക്ചി പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ അറിയിച്ചു. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. ഈ വിഷമഘട്ടം തരണം ചെയ്ത് ഇറാൻ സമാധാനം കണ്ടെത്തും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പുടിൻ പറഞ്ഞു. മോസ്കോയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയുമായി യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി. അതിനിടെ സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. ആദ്യം ഹോർമുസ് തുറക്കുക, ആണവ ചർച്ച പിന്നീട് എന്ന നിർദ്ദേശമാണ് ഇറാന്റേത്. ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടണം, അല്ലെങ്കിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ചയും അനിശ്ചിതത്വത്തിലായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയുയർന്ന് ബാരലിന് $107.35 ഇന്റർനാഷണൽ ഡെസ്ക് 24. തൃശൂർ പൂരത്തിന് പ്രൗഢഗംഭീര പര്യവസാനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥന് മുന്നിലെത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ 36 മണിക്കൂർ നീണ്ട പൂരാഘോഷങ്ങൾ അവസാനിച്ചു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂര വെടിക്കെട്ട് ഒഴിവാക്കിയിരുന്നു. ഇനി അടുത്ത വർഷം ഏപ്രിൽ 17 നടക്കുന്ന പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. വടക്കുംനാഥന്റെ തെക്കേ നട തുറന്നുള്ള പൂരവിളംബരം, 8 ഘടകപൂരങ്ങളുടെ വരവ്, തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, തെക്കോട്ടിറക്കം, കുടമാറ്റം, ഒടുവിൽ വടക്കുംനാഥനെ കണ്ട് യാത്ര പറയാൻ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ കിഴക്കേ നടയിലേക്കെത്തി. പാണ്ടിമേളം കൊട്ടിക്കയറിയതോടെ പകൽപൂരാവേശത്തിന് താളം പിടിക്കാൻ കൈകൾ ആകാശത്തേക്ക് ഉയർന്നു. പാറമേക്കാവ് ഭഗവതിയെ ശിരസിലേറ്റി തൃക്കടവൂർ ശിവരാജുവും തിരുവമ്പാടിയുടെ തിടമ്പേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരനും വരവറിയിച്ചു. പാറമേക്കാവ് ഭഗവതി ഗണപതിയെ വണങ്ങി തിരികെയെത്തിയപ്പോഴേക്കും തിരുവമ്പാടി ഭഗവതിയുമായി ചന്ദ്രശേഖരൻ പടിഞ്ഞാറേ നടയിലൂടെ അകത്തുകയറി വടക്കുനാഥനെ പ്രദക്ഷിണം വെച്ച് പുറത്തിറങ്ങി. ശേഷം ശ്രീമൂലസ്ഥാനത്തെ ദീപസ്തംഭത്തിന് ഇരുപുറവുമായി നിന്ന ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ഇരു ഭഗവതിമാരും തങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയപ്പോൾ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പുമായി ജനങ്ങളും തേക്കിൻകാട് വിട്ടു. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.